18ാം സീസൺ IPL കളിക്കാനിറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരത്തിനുണ്ടായിരുന്നുള്ളൂ. ഒരു IPL കിരീടം സ്വന്തമാക്കുക. ലോകകപ്പും ചാമ്പ്യൻ ട്രോഫിയും അടക്കം ഷെൽഫിലെത്തിച്ച കോഹ്ലിക്ക് IPL ട്രോഫിയുടെ അഭാവം എന്നും പൊള്ളുന്നൊരനുഭവമായിരുന്നു. 18 വർഷത്തോളം നീണ്ട കാത്തിരിപ്പ്. ഒടുവിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL കിരീടത്തിൽ കോഹ്ലി മുത്തം ചാർത്തി. കണ്ണീരണിഞ്ഞ് കോഹ്ലി മൈതാനത്ത് മുഖം പൊത്തിയിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങേണ്ടി വന്ന RCB ടീമിൻ്റെ ടോപ്പ് സ്കോററും കോഹ്ലി തന്നെയായിരുന്നു. ആക്രമണോത്സവ ബാറ്റിങ്ങിന് മുതലാതെ പതിയെ സ്കോർ ഉയർത്തുന്ന സൂപ്പർ താരത്തെയാണ് സ്റ്റേഡിയത്തിൽ കണ്ടത്. കോഹ്ലി ഇതിനിടയ്ക്ക് ഒരു റെക്കോർഡും കുറിച്ചു. ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ അടിച്ച താരമെന്ന റെക്കോർഡാണ് കോഹ്ലി സ്വന്തമാക്കിയത്. മുൻ താരം ശിഖർ ധവാന്റെ റെക്കോർഡാണ് കോഹ്ലി പഴങ്കഥയാക്കിയത്. ഫൈനലിലെ 4ാം ഓവറിൽ ബൗണ്ടറി നേടിയാണ് കോഹ്ലി ഈ നേട്ടം കരസ്ഥമാക്കിയത്. മത്സരത്തിൽ ആകെ 3 ഫോറുകൾ ഉൾപ്പെടെ 43 റൺസാണ് താരം നേടിയത്. ഒടുക്കം 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ RCB 190 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബിന് 184 റൺസ് എടുക്കാനേ ആയുള്ളൂ. പഞ്ചാബിനെ 6 റൺസിന് കീഴടക്കി കോഹ്ലിയും സംഘവും കിരീടം സ്വന്തമാക്കി. 18 വർഷമായി IPL കളിച്ച കോഹ്ലി 18 സീസണിലും ബംഗളൂരുവിനായി കളിച്ചു. ഇതിനു മുമ്പ് കളിച്ച 3 IPL ഫൈനലുകളിലും തോൽക്കാനായിരുന്നു പക്ഷേ വിധി. മാത്രമല്ല RCBയെ പോലെ താരലേലത്തിൽ ഇത്രയധികം കോടികൾ വാരിയെറിഞ്ഞ് സൂപ്പർ താരങ്ങളെ ടീമിലെത്തിച്ച മറ്റൊരു ഫ്രാഞ്ചൈസിയുമില്ല. ക്രിസ് ഗെയിൽ, AB ഡിവിലിയേഴ്സ്, യുവരാജ് സിംഗ്, ഗ്ലെൻ മാക്സ്വെൽ, ജാക്ക് കാലിസ്, ഹാഫ് ഡുപ്ലെ, കെവിൻ പീറ്റേഴ്സൺ, ആരോൺ ഫിഞ്ച്, ഷെയ്ൻ വാട്സൺ, ബ്രണ്ടൻ മക്കല്ലം ഇവരെല്ലാം RCB ജേഴ്സി കളിച്ചിട്ടുണ്ട്. ബൗളർമാരുടെ കണക്കെടുത്താൽ മിച്ചൽ സ്റ്റാർക്കും ഡെയ്ൻ സ്റ്റെയിനും, സഹീർ ഖാനും, മുത്തയ്യ മുരളീധരനും, ഭുവനേശ്വർ കുമാറും, മുഹമ്മദ് സിറാജും, യുഹ്വേന്ദ്ര ചഹലും എന്നിവരെല്ലാം RCBക്ക് വേണ്ടി വിവിധ സീസണുകളിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. അതായത് 2020 ക്രിക്കറ്റിലെ വമ്പൻ പേരുകളെല്ലാം അവർ കളത്തിലിറങ്ങിയിട്ടുണ്ട്. എന്നിട്ടും കിരീടം ഷെൽഫിലെത്തിക്കാനായില്ല. കോഹ്ലി തന്നെയാണ് ടൂർണമെൻറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺവേട്ടക്കാരൻ. അന്താരാഷ്ട്ര 2020ൽ ഒരു സെഞ്ചുറി മാത്രമാണ് കോഹ്ലിയുടെ പേരിലുള്ളത്. എന്നാൽ IPLൽ 8 സെഞ്ചുറികളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടുള്ളത്. ഒരു സീസണിൽ 973 റൺസ് എന്ന റെക്കോർഡും കോഹ്ലിക്ക് മാത്രമാണ് സ്വന്തമാണ്. ഓരോ മത്സരത്തിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും തൻ്റെ 100% പുറത്തെടുക്കുന്ന താരം കാത്തിരുന്നതത്രയും ഈ കപ്പിനായിരുന്നു. RCBയെ സംബന്ധിച്ച് 2016 IPL സീസൺ സ്വപ്ന സമാനമായിരുന്നു. കോഹ്ലി 973 റൺസ് അടിച്ച് റെക്കോർഡിട്ട സീസണിൽ ഡിവിലിയേഴ്സും തകർപ്പൻ ഫോമിലായിരുന്നു. ക്രിസ് ഗെയിലും KL രാഹുലും ഷെയ്ൻ വാട്സണുമെല്ലാം കളിക്കളത്തിൽ ഉണ്ടായിരുന്നിട്ടും ജയിച്ചെന്ന ഘട്ടത്തിൽ നിന്ന് ആ വർഷം ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ RCB കളി കൈവിടുന്നതാണ് കണ്ടത്. പല സീസണുകളിലും ഇത്തരത്തിൽ വലിയ താരനിരയുമായി ഇറങ്ങിയ ടീമിന് നിരാശ തന്നെയായിരുന്നു അവസാനം ബാക്കി. ഇത്തവണ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും RCB പുറത്തെടുത്ത മികവ് തന്നെയാണ് ആരാധകർക്ക് പ്രതീക്ഷ നൽകിയത്. 9 സീസണിനിടെ ആദ്യമായാണ് അവർ പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഒന്നിൽ ഫിനിഷ് ചെയ്യുന്നത്. ഇത്തവണത്തെ RCB ഒരു വൺമാൻ ഷോ അല്ല. ടീം ഒന്നടങ്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിൽ സാൾട്ടും ക്യാപ്റ്റൻ രജിത് പട്ടിദാറും ജിതേഷ് ശർമ്മയും ടീം ഡേവിഡുമെല്ലാം നിർണായകമായ സംഭാവനകൾ നൽകി. കഴിഞ്ഞ കുറേക്കാലമായി പഴികേട്ട RCBയുടെ മധ്യനിര ഇത്തവണ മികവ് കാട്ടി. ജോസ് ഹേസൽവുഡ് നയിക്കുന്ന ബൗളിംഗ് നിരയും ന്യൂ ബോളിലും ഡെത്ത് ഓവറുകളിലും മികവ് കാട്ടുന്ന ഭുവനേശ്വർ കുമാറും നിർണായക സമയത്ത് ബ്രേക്ക് ത്രൂ സമ്മാനിക്കുന്ന യാഷ് ദയാലും മികച്ചു നിന്നു. സ്പിന്നർമാരായി കൃണാൽ പാണ്ഡ്യയും യുവതാരം സുഷാ ശർമ്മയും മാത്രം തിരഞ്ഞെടുത്ത് ലേലത്തിൽ RCB ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഈ സ്പിൻ കൂട്ടുകെട്ടാണ് നിരവധി മത്സരങ്ങളിൽ കളിയുടെ ഗതി RCBക്ക് അനുകൂലമാക്കിയത്. ഫൈനലിലും കൃണാലിൻ്റെ മികവ് കണ്ടു. അങ്ങനെ തകർപ്പൻ പ്രകടനം സീസണിലുടനീളം കാഴ്ചവെച്ച് കോഹ്ലിയും സംഘവും ആ കപ്പിൽ മുത്തമിട്ടു.